നമ്മുടെ രാജ്യത്തെ വിഭജനത്തിന്റെ കാരണക്കാര് നമ്മുടെ രാജ്യത്തെ മുസ്ലിം ലീഗാണ്. മുസ്ലിം തീവ്രവാദമാണ് നമ്മുടെ രാജ്യത്തെ വിഭജനത്തിലേക്ക് നയിച്ചത്. മുസ്ലിം തീവ്രവാദമാണ്, ഇസ്ലാമിക തീവ്രവാദമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പഹൽഗാം ആക്രമണത്തിന്റെ ആണിക്കല്ല്. ഈ തോയ്ബ പോലുള്ള സംഘടനകൾ, ഭീകര സംഘടനകൾ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സാഹചര്യം നമുക്കറിയാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായ സാഹചര്യം ഞാനതിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം 1947 മുസ്ലിം ലീഗിന്റെ 1936 മുതൽ മുസ്ലിം ലീഗ് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാഷ്ട്രം വേണം, മതരാഷ്ട്രം വേണമെന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ് 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യ 1947 വിഭജിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വിഭജിക്കപ്പെട്ട ഭാരതത്തെ രണ്ടായി അങ്ങനെ 47 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഭാരതത്തെ വിഭജിക്കുമ്പോൾ, ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുമ്പോൾ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്കായി പ്രത്യേക ഒരു രാജ്യം, ഒരു മതരാഷ്ട്രം പിറവിയെടുക്കുകയായിരുന്നു. എന്താ ഇതിന്റെ ബാക്കി പത്രം? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കള് ഇന്ത്യയിലേക്ക്, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഹിന്ദുക്കൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നത് ചരിത്രപരമായ സംഭവങ്ങളും വസ്തുതകളുമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ രാജ്യത്തെ വിഭജനത്തിന്റെ കാരണക്കാര് നമ്മുടെ രാജ്യത്തെ മുസ്ലിം ലീഗാണ്. മുസ്ലിം തീവ്രവാദമാണ് നമ്മുടെ രാജ്യത്തെ വിഭജനത്തിലേക്ക് നയിച്ചത്. മുസ്ലിം തീവ്രവാദമാണ്, ഇസ്ലാമിക തീവ്രവാദമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പഹൽഗാം ആക്രമണത്തിന്റെ ആണിക്കല്ല്. ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോക രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയും ഇസ്ലാമിക തീവ്രവാദമാണെന്ന് നമുക്കറിയാം. ഏത് ലോകരാജ്യം ഒരു ആഭ്യന്തര ഭീഷണി, അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടോ, ആഭ്യന്തര സുരക്ഷയുടെ ഭീഷണിയുടെ കാരണം നമ്മുടെ ലോകരാജ്യങ്ങളിൽ, നമ്മുടെ ലോകത്ത് ഈ ഇസ്ലാമിക മതമൗലികവാദവും ഈ ഇസ്ലാമിക ഭീകരതയുമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 1971 ശേഷം 1980 പാകിസ്ഥാൻ ചാരസംഘടന ISI ഈ ഭീകരതയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഈ ഭീകരത അത് വളർന്നു വന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ എത്ര ആക്രമണങ്ങൾ നമുക്കറിയാം. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം 1948 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. ഇന്ന് നമ്മുടെ രാജ്യവും ലോകവും ചർച്ച ചെയ്യപ്പെടുന്ന പാക് ഓക്യുപൈഡ് കാശ്മീർ, പാക് അധീന കാശ്മീർ എങ്ങനെയാണ് രൂപം കൊണ്ടത്? പാക് അധീന കാശ്മീർ രൂപം കൊണ്ടത് 1948 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തി. പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടി. ശ്രീനഗർ വിട്ട് പിന്തിരിഞ്ഞോടിയ പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടുന്ന സമയത്താണ് അവിടെ കരാറുണ്ടാകുന്നത്. ഇന്ത്യ പാക് യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു കരാറുണ്ടാക്കുന്നത്, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം പിന്തിരിഞ്ഞോടുന്ന സമയത്താണ്. അപ്പൊ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ജമ്മു കാശ്മീരിന്റെ മണ്ണിലേക്ക് എത്ര ഭൂപ്രദേശമാണ് ഈ പാകിസ്ഥാൻ സൈന്യം കടന്നു കയറിയത്? പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യം തിരിച്ചോടിച്ചു, പരാജയപ്പെടുത്തി. പിന്തിരിഞ്ഞോടി പാകിസ്ഥാൻ സൈന്യം. പിന്തിരിഞ്ഞോടിയ സമയത്ത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം എവിടെ വരെയാണ് എത്തിച്ചേർന്നത്? എത്തിച്ചേർന്ന ഭൂപ്രദേശം പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക്, ജമ്മു കാശ്മീരിന്റെ അതിർത്തിയിലേക്ക് എത്ര ഭാഗം വരെയാണ് പാകിസ്ഥാൻ സൈന്യം അന്ന് നിന്നിരുന്നത്? അതായത് പാകിസ്ഥാൻ കടന്നു കയറിയതല്ല, പാകിസ്ഥാൻ കടന്നു കയറിയിട്ട് പിന്തിരിഞ്ഞോടുന്ന സമയത്ത് എവിടെ വെച്ചാണോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്
ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സൈന്യം ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ എവിടെയായിരുന്നോ അത്രയും പ്രദേശമാണ് പാക് അധീന കാശ്മീർ, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നുള്ള നിലയ്ക്ക് ഇന്ന് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ളത്. ശരിക്കും അതുകൊണ്ടാണ് ഭാരതം ഐക്യരാഷ്ട്ര സംഘടനയിലും ലോകവേദികളിലും ജമ്മു കാശ്മീരിന്റെ ഭാഗം, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമാണ്, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, പാക് അധീന കാശ്മീർ അത് ഭാരതത്തിന്റെ മണ്ണാണ് എന്ന് ഉറക്കെ ഐക്യരാഷ്ട്ര സംഘടനകളിലും ലോകവേദികളിലും ഭാരതം പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. പാക് അധീന കാശ്മീർ അത് ഭാരതത്തിന്റെ മണ്ണാണ്. ആ പാക് അധീന കാശ്മീർ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാക് അധീന കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് നടത്തുന്ന ഭീകരത 1971 ബംഗാൾ, ആ കിഴക്കൻ ബംഗാൾ വിമോചിപ്പിച്ച് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കിഴക്കൻ ബംഗാളിനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് രൂപം കൊടുത്തത് ഇന്ത്യയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സൈന്യത്തിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി അവിടെ ഒരു ബംഗ്ലാദേശ് രാജ്യമുണ്ടായി. 93,000 സൈനികർ, പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്ക് കീഴടങ്ങി. ഒന്നും രണ്ടുമല്ല, 93,000 സൈനികരാണ്, പാക് സൈനികരാണ് അന്ന് ഇന്ത്യക്ക് കീഴടങ്ങിയത്. അന്ന് ഇന്ത്യക്ക് പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയതിനു ശേഷമാണ് 72 ഷിംല കരാർ ഒപ്പുവെക്കുന്നത്. ആ ഷിംല കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് ഈ ജമ്മു കാശ്മീർ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അന്ന് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി ആ കരാറിൽ ഒപ്പിടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥത വളരാൻ ഷിംല കരാർ വീണ്ടും കാരണമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നടന്ന അനധികൃത പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ബംഗ്ലാദേശ്, അഫ്ഗാനി അങ്ങനെയുള്ളവരെ എല്ലാം പുറത്താക്കണമെന്നാണോ ഇന്നത്തെ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യം നടക്കുന്ന ഒരു ഭീകരവാദ പ്രവർത്തനമാണ് കാശ്മീരിൽ നടന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ ഭീകരവാദ സംഘടനയ്ക്ക് പിന്തുണ കൊടുക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദം ഈ രാജ്യത്തും ഈ ലോകത്തും പോറ്റി വളർത്താൻ നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയുമായിട്ടാണ് ഭാരതത്തിൻ്റെ ഗവൺമെൻറ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമെന്നുള്ള നിലയിലാണ് ഈ രാജ്യത്തെ മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരും ഇന്ത്യ വിട്ടു പോകണം എന്ന് അവർക്കൊരു തീയതി നിശ്ചയിച്ചുകൊണ്ട് ഈ ദിവസത്തിനകം പോകണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിലും നൂറുകണക്കിന് പാകിസ്ഥാൻ പൗരന്മാർ ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ ഈ കാര്യത്തിൽ നടത്തുന്ന ഒരു മൃദു സമീപനം, അല്ലെങ്കിൽ രഹസ്യമായ ഒരു പരസ്യം എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സർക്കാരായി കേരള സർക്കാർ മാറും. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സർക്കാർ എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്കും ജില്ലാ SP-മാർക്കും പോലീസ് കമ്മീഷണർമാർക്കും ഒക്കെ കൊടുക്കേണ്ടത് സംസ്ഥാന ഭരണകൂടമാണ്. അപ്പോൾ ആ ഭരണകൂടം ആ കാര്യത്തിൽ ഗുരുതരമായ ഒരു അലംഭാവം കാണിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. BJPയുടെ ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആവശ്യം കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന പാകിസ്ഥാനികളായിട്ടുള്ള മുഴുവൻ പേരെയും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടി ഈ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും സ്വീകരിക്കണം എന്നാണ് ഈ ആവശ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ജില്ലയിൽ പണ്ട് ഒരു കളിയാക്കലും അപമാനമൊക്കെ ആയിട്ടാണ് പാകിസ്ഥാൻ മുക്ക്, പാകിസ്ഥാൻ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ അതൊരു അഭിമാനമായിട്ട് കാണുന്ന ചിലരുണ്ട്. അതിനെക്കുറിച്ച് ആ സ്ഥലനാമങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ഈ CPMൻ്റെ സെക്രട്ടറി പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, അത്തരം സ്ഥലനാമങ്ങൾ ഒരു വിഷയമല്ല എന്നാണ് പറയുന്നത്. ഔദ്യോഗികമായ രേഖകളിൽ നിന്നും ഈ സ്ഥലനാമം നീക്കണ്ടേ? പാകിസ്ഥാൻ എന്ന പേര് ഉപയോഗിക്കുന്നത് ഈ രാജ്യത്തിനെതിരായി ചിന്തിക്കുന്നവർ, ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്. പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ പേര് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് അവസാനിപ്പിക്കുവാൻ അതിന് അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൂടി ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണം. കാര്യം
ആ ഒരു പേരിൽ അറിയപ്പെടേണ്ടത് അല്ല നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം, ദേശീയ താല്പര്യം. അപ്പോൾ പാകിസ്ഥാൻ എന്നുള്ള പേരിൽ നമ്മുടെ ഒരു പ്രദേശവും അറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.